ഞാനിന്ന് മോനെയും കൊണ്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ നാട്ടിൽ തന്നെയുള്ള PHCയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നേ. കുത്തിവെപ്പൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പം പിന്നെ പെട്ടെന്നുണ്ട് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് ആംബുലൻസിന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആംബുലൻസ് വരാൻ വൈകും എന്താണെന്ന് അറിയില്ല. ഏതായാലും ഡോക്ടർ അതുപോലെ സ്പീഡിൽ തന്നെ അകത്തേക്ക് പോയിട്ട് ഡോക്ടറെ കാറിൻ്റെ ചാവി കൊണ്ടുവന്നിട്ട് ആരെങ്കിലും ഒന്ന് ഇവരെ പിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, ഒരു അർജൻറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഭയങ്കര ബേജാറിൽ പറയുന്നുണ്ട് കേട്ടോ, വെപ്രാളത്തിൽ. അങ്ങനെ അവിടെ ഡോക്ടറെ കാണിക്കാൻ വന്നതിൽ ഒരാൾ തന്നെ ചാവി വാങ്ങി ഡോക്ടർ നിർത്തിയിട്ട കാർ എടുത്ത് OPൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നു കേട്ടോ. അതിലൊരു അമ്മയും കുഞ്ഞും കരഞ്ഞുകൊണ്ടാണ് അതിൽ കയറിയത്. പിന്നെ വേറെ ഒന്ന് രണ്ട് ആൾക്കാർ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് ഞാൻ പിന്നെ ഒരാളോട് ചോദിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞു വിഷം കയറിയതാണ്, എന്താ കടിച്ചോന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഏതായാലും ഞാനും മോനും ഡോക്ടറെ കാണിച്ച് വീട്ടിലെത്തി. പിന്നെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് പിന്നെ സാവധാനം മരുന്നൊക്കെ വാങ്ങിയതിന് ശേഷമാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വീട്ടിലെത്തിയിട്ട് എനിക്കൊരു സമാധാനമില്ല കേട്ടോ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചൊരു പ്രാർത്ഥനയായിരുന്നു കേട്ടോ മനസ്സിൽ. എന്താ കടിച്ചൊന്നും അറിയില്ല. അപ്പം ഭയങ്കര വെപ്രാളം കുട്ടിക്കൊണ്ട്. ഈ അമ്മയാണോ വലിയമ്മയാണോ എന്നറിയില്ല കേട്ടോ, അമ്മയും ഒപ്പമുണ്ട് കേട്ടോ. അതിൽ പിന്നെ ഏതായാലും ഹസ്ബൻഡ് കുറച്ച് സമയം കഴിഞ്ഞപ്പം മരുന്നൊക്കെ വാങ്ങി വന്നു. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു എന്താ കുട്ടീനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ, എന്താ പറ്റിയെന്ന് അറിയുമെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ആൾ വിവരമൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈറോലി കടിച്ചതാണെന്നാണ് പറഞ്ഞു കേട്ടത്. കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് അത്രയും ഒരു പ്രശ്നകാരിയാണോ എന്ന് അറിയില്ല കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ ഇത് ഞാൻ 2 ആഴ്ച മുന്നേ വീട്ടിൽ ചുമരുമ്മലുണ്ടായപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണേ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ മഴക്കാലമായാലും സാധാരണയൊക്കെ ഉണ്ടാകുന്നൊരു സാധനമാണ് കേട്ടോ ഈറാമ്പുലി എന്ന് പറഞ്ഞത്. ഈറാമ്പുലി എന്നൊക്കെ പറയും. ഏതായാലും കടിച്ച ഭാഗത്ത് എന്തോ നീലിപ്പം എന്തോ കണ്ടിട്ടായിരിക്കാം ഡോക്ടർ കാറിൽ തന്നെ പറഞ്ഞയച്ചത് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. ആ സമയത്ത് ഡോക്ടർ നടത്തിയ ഇടപെടലും ഡോക്ടർ നല്ലൊരു മനസ്സും കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല അഭിനന്ദിക്കേണ്ടി ഒന്ന് തന്നെയാണ് കേട്ടോ അത്. പണ്ട് നമ്മുടെ വല്യമ്മമാരൊക്കെ പറയാറുണ്ടായിരുന്നു അത് കടിച്ചാൽ ഇത് ഇങ്ങനെ ചുരുളും പോലെ നമ്മുടെ കൈയും കാലും അങ്ങനെ ചുരുളെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. നേരോ ശരിയോ തെറ്റോ ഒന്നും അറിയില്ല കേട്ടോ. അതൊക്കെ ഇനി വെറുതെ പറയുന്നതാണോ എന്ന് അറിയില്ല. ഏതായാലും അതിൻ്റെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ പറയാം കേട്ടോ.